കൊറോണയ്ക്ക് പിന്നാലെ ഇപ്പോഴിതാ ലോകരാജ്യങ്ങളെ ഭീതിയിലാക്കി എംപോക്സ് വൈറസ് പടർന്നു പിടിക്കുന്നു. കോവിഡ്-19 വ്യാപന ഘട്ടത്തിലേതുപോലെ തന്നെ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന വളരെ അധികം മാരകാസുഖമായ എംപോക്സ് വൈറസ് ഇപ്പോൾ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് യുഎയിൽ നിന്നും എത്തിയവർക്കാണ് ഇപ്പോൾ എംപോക്സ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. മങ്കിപോക്സ് വൈറസിന്റെ ഏത് വകഭേദമാണ് എന്നത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം പനി, തലവേദന, പേശിവേദന, നടുവേദന, ശരീരത്തിൽ കുരുക്കൾ എന്നിവയാണ് എംപോക്സിന്റെ പ്രധാന ലക്ഷണം. അതായത് ഓർത്തോപോക്സ് വൈറസ് ജനുസിലെ ഒരു സ്പീഷ്യസായ മങ്കിപോക്സ് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു വൈറൽ രോഗമാണ് മങ്കിപോക്സ്. അതായത് എംപോക്സ് മുമ്പ് കുരങ്ങുപനി എന്നൊക്കെയാണ് അറിയപ്പെട്ടത്. 1958 കുരങ്ങുകളിൽ പോക്സ് പോലുള്ള രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ശാസ്ത്രജ്ഞർ ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. അതായത് വസൂരി പോലുള്ള ഒരു വൈറസുകളുടെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ് എംപോക്സ് വൈറസ് എന്നാണ് അന്ന് കണ്ടെത്തിയത്. അതായത് പ്രധാനമായും രോഗബാധിതനായ വ്യക്തിയുമായോ അല്ലെങ്കിൽ മൃഗങ്ങളുമായോ സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു വൈറൽ അണുബാധയാണ് എംപോക്സ് വൈറസ്. അതായത് രോഗബാധിതമായ സ്ഥലത്തു നിന്നാണ് ഇത് പടർന്നു പിടിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും ഈ രോഗം പകരുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഭൂരിഭാഗം കേസുകളും രോഗബാധിതരായ മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തിയ ആളുകളിലാണ് കാണപ്പെടുന്നത്. വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ലെനിൻ, ടാറ്റു ഷോപ്പുകൾ, പാർലർ അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സാധാരണ വസ്തുക്കൾ അല്ലെങ്കിൽ മലിനമായ വസ്തുക്കൾ എന്നിവയിലൂടെയും ഈ അണുബാധ പടർന്നു പിടിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ കടിയേൽക്കുകയോ അല്ലെങ്കിൽ പോറലോ അതുമല്ലെങ്കിൽ ഭക്ഷണം നൽകുന്നതിലൂടെയൊക്കെ തന്നെ ഈ വൈറസ് മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എംപോക്സ് ബാധിച്ച ആളുകൾക്ക് പലപ്പോഴും ശരീരത്തിൽ ഒരു ചുണുങ്ങ് വികസിക്കും. അത് കൈകൾ അല്ലെങ്കിൽ കാലുകൾ, നെഞ്ച്, മുഖത്ത് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിന് ചുറ്റും പ്രത്യക്ഷപ്പെടാം. ഈ കുമിളകളാകട്ടെ ഒടുവിൽ പഴുപ്പ് നിറഞ്ഞ് അത് വെളുത്തതോ അല്ലെങ്കിൽ മഞ്ഞയോ ആയ തരത്തിൽ ഇത് കാണപ്പെടാം. മാത്രമല്ല പനി, തലവേദന, പേശിവേദന എന്നിവയാണ് ഇതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ. അതായത് വൈറസിനെതിരെ പോരാടാൻ ശ്രമിക്കുമ്പോൾ ലിംഫ് നോഡുകൾ വീർക്കുകയും അപൂർവ സന്ദർഭങ്ങളിൽ വൈറസ് മാരകമാവുകയും ചെയ്യും. ഇത് ബാധിച്ച ഒരാൾക്ക് പ്രാരംഭ ലക്ഷണങ്ങൾ മുതൽ ചുണുങ്ങ് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് സുഖം പ്രാപിക്കുകയും ചെയ്യുന്നതുവരെ നിരവധി ആളുകളെ ഇത് ബാധിക്കാം. അതായത് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് വൈറസ് ബാധിച്ച് 21 ദിവസത്തിനുള്ളിൽ എംപോക്സിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അതായത് എംപോക്സിൻ്റെ എക്സ്പ്ലോഷർ മുതൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള സമയം 3 മുതൽ 17 ദിവസം വരെയാണ്. ഈ സമയത്ത് വ്യക്തി രോഗലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. എന്നാൽ ഈ സമയം പൂർത്തിയാകുമ്പോൾ വൈറസിൻ്റെ പ്രഭാവം ദൃശ്യമാകാൻ തുടങ്ങും. നിലവിൽ ഇതിനുള്ള ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എംപോക്സിന് ഇതുവരെ ഒരു ചികിത്സയില്ല. എന്നിരുന്നാലും വേദന, പനി തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് മരുന്ന് നൽകാൻ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നു. ഒരു രോഗിക്ക് നല്ല പ്രതിരോധ ശേഷിയും ത്വക്ക് രോഗവും ഇല്ലെങ്കിൽ ചികിത്സയും ഇല്ലാതെ പോലും ഈ അസുഖം ഭേദമാക്കാൻ കഴിയുമെന്ന് തന്നെ പറയുകയാണ്. അതായത് പരിചരണം മാത്രം മതിയെന്നും വ്യക്തമാകുന്നു. അതേസമയം പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2022 ലോകത്ത് ആദ്യമായി മങ്കിപോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ 116 രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനോടകം തന്നെ 99,176 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായിട്ടാണ് വിവരങ്ങൾ. ഇതിൽ 208 പേർ മരണപ്പെട്ടു. നിലവിൽ കോങ്കോങ്ങിലും അയൽ രാജ്യങ്ങളിലും ഏറ്റവും അധികം രോഗബാധിതരുണ്ട് എന്നാണ് വിവരങ്ങൾ. എംപോക്സ് പുതുതായി റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ സ്വീഡൻ അടക്കം ഉൾപ്പെടുന്നു എന്നാണ് വിവരങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.